ഇന്ന് നമുക്ക് എങ്ങനെ കുഞ്ഞുങ്ങളെ ഗെയിം അഡീക്ഷനിൽ നിന്ന് തിരിച്ച് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണ്? പേരൻസ് തന്നെയാണ്. അപ്പോൾ പേരൻസ് എന്ത് ചെയ്യുക? അവർ രാവിലെ തൊട്ട് മൊബൈൽ നോക്കി അല്ലെങ്കിൽ അവർ ടി വി കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിത് കാണുകയാണ്, അവരത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അതിന് പകരമായിട്ട് പേരൻസ് എന്തെങ്കിലും ബുക്ക് റീഡിങ്ങോ അങ്ങനെ ഇൻഫർമേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അവർ കണ്ടുപഠിക്കുമ്പോൾ തന്നെ അവർക്ക് ബുക്ക് പപ്പ അത് വായിക്കുന്നുണ്ട്, മമ്മി അത് വായിക്കുന്നുണ്ട്, അപ്പോൾ അത് വായിച്ചാൽ നല്ലതാണെന്നൊരു തോന്നൽ വരും. കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ടും അങ്ങനെ പുസ്തകത്തിലേക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങും. പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് മറ്റു കുട്ടികളുമായിട്ടൊരു കൂട്ട്, അവർക്കപ്പം ആ പഴയ കാലത്ത് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടുകൂടി കളിക്കാൻ പോയി അങ്ങനത്തെ ഒരു ചുറ്റുപാട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും കുറച്ച് പിള്ളേർക്ക് മോചനം കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കായിക രംഗങ്ങളിലൊക്കെ പ്രോത്സാഹിപ്പിക്കുക. പല കുഞ്ഞുങ്ങൾക്കും പല കാര്യത്തിൽ ഇൻട്രസ്റ്റ് ആണ്. ചിലർക്ക് ഓട്ടം, ചാട്ടം, ഡാൻസ്, പാട്ട് എന്ന് വേണ്ട ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി, കരോട്ടയായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളും ഓപ്പർച്യൂണിറ്റികളും അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് ഏതിലാണോ ഇൻട്രസ്റ്റ് അതിൽ നമ്മൾ എന്ത് ചെയ്യുക? അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ അതിനു വേണ്ടി തയ്യാറാക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സമൂഹത്തിലേക്ക് ഇടപെടാനുള്ള അവസരം കൊടുക്കുക. ഇപ്പോഴൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ, ഒരു ബർത്ത്ഡേ പാർട്ടി വന്നു, ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? മൊബൈൽ കൊടുത്ത് അവരകത്തിരിക്കും, ഞാൻ വന്നില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, വരണില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി അപ്പോൾ അവർക്ക് ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെ വെച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആളുകളുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയുമ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അവർക്കൊരു നല്ല റിലേഷൻഷിപ്പ് സമൂഹത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ കലാകാരിക രംഗങ്ങളിലൊക്കെ അവർ ഉൾപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലേക്ക് ഇടപെടാൻ അവസരം കൊടുക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ 3 കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ഈ മൊബൈൽ അഡീക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ഗെയിം അഡീക്ഷനിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റം വരും. കാരണം അവരുടെ സ്ക്രീൻ ടൈം കുറയും. കാരണം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുമ്പോഴത്തേക്കും സ്ക്രീൻ ടൈം ഓട്ടോമാറ്റിക്കായിട്ട് കുറയുമ്പോഴത്തേക്കും അവർക്ക് ആ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും. പിന്നെ മെയിനായിട്ട് പേരൻസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുക. അവർ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് സമയമില്ല, നീ പോയി നിൻ്റെ പണി നോക്കുക, അങ്ങനെ പറയാതെ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവരുടെ കൂടെ കളിക്കാനോ അവരുടെ എന്താണോ പറയുന്നത് അവരുടെ കൂടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ഒരു കാര്യം എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തി അവരുടെ അഭിപ്രായത്തിനും കൂടി വില കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ഉത്തരവാദിത്ത ബോധം എല്ലാം വരും. അതും വളരെ നല്ലൊരു കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഗെയിമിൻ്റെ ഇൻട്രസ്റ്റിൽ നിന്നൊക്കെ മാറി അവർ നല്ല കുട്ടികളായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് നമ്മുടെ കൂടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ബൈ.